ജവാൻ തോമസ് ചെറിയാന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. 1968 വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം ഇപ്പോൾ സ്വദേശമായ പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത്. കരസേനയിലെ EME വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് തോമസ് ചെറിയാനും സംഘവും സഞ്ചരിച്ചിരുന്ന വിമാനം മഞ്ഞുമലയിൽ കാണാതായത്. 56 വർഷം നീണ്ട കാത്തിരിപ്പാണ് ആ കുടുംബത്തിന്റെ, ആ നാടിന്റെ. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അല്പസമയം മുൻപാണ് ഇലന്തൂരിലെ തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചത്. ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടിലും അതോടൊപ്പം തന്നെ പള്ളിയിലും പൊതുദർശനമുണ്ട്. അത് കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരിക്കും സംസ്കാരം എന്നാണ് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായ സൈനിക ബഹുമതികളോടുകൂടിയായിരിക്കും ചടങ്ങുകൾ നടക്കുക. രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെരച്ചിലിനൊടുവിലാണ് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ നിന്ന് തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയത്. 1968 ഫെബ്രുവരി 7-ന് ലഡാക്കിൽ 103 പേരുമായി പോയ സൈനിക വിമാനം തകർന്നു വീണാണ് അപകടം സംഭവിച്ചത്. 103 പേരുണ്ടായിരുന്നുവെങ്കിലും ആ വിമാനത്തിൽ ഇതുവരെ 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത്. CK അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ ഉള്ളത് തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിലാണ്. അഭിലാൽ, വികാരനിർഭരമായ നിമിഷങ്ങളാണ്. സങ്കടത്തോടുകൂടി യാത്രാമൊഴി ചൊല്ലാൻ വേണ്ടി ഒരു നാട് മുഴുവൻ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജനപ്രതിനിധികളെയും നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. സൈനിക അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഏറ്റുവാങ്ങി വീടിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയം ഇവിടെ കുടുംബാംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം മുറ്റത്ത് പന്തലിലേക്ക് മൃതശരീരം എത്തിക്കും. അവിടെ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും മറ്റ് ബന്ധുജനങ്ങൾക്കും ഒക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ സമയം ഈ ക്രമീകരണം നീളും. ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മിയസ് ആകും നേതൃത്വം നൽകുക. ഏറെക്കുറെ 12:45 മൃതശരീരവും വഹിച്ചുകൊണ്ട് വിലാപയാത്ര ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് കാരൂർ ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് നീങ്ങും. അവിടെ അന്തിമഘട്ട സംസ്കാര ശുശ്രൂഷകളായിരിക്കും ഉണ്ടാവുക. അവിടെയും അതിനു മുൻപായി 1 മണിക്കൂർ സമയം പൊതുദർശനത്തിനായി ക്രമീകരിച്ചിട്ടുണ്ടാകും. തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫീം മെത്രാപ്പോലിത്തയാകും അന്തിമ ഘട്ട ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായി എത്തുക. സഭയിലെ വൈദികരും ഇതര മെത്രാപ്പോലിത്തമാരും ഒക്കെ തന്നെ സഹ കാർമ്മികരായി എത്തിച്ചേരും. ഏറെക്കുറെ 2:30 മൃതശരീരം പൂർവ്വപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിൽ അതിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഇടത്ത് സംസ്കരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻപ് നിശ്ചയിച്ച പ്രകാരം തന്നെ ഏറെക്കുറെ അതിനോടടുത്ത സമയത്ത് തന്നെയാണ് ഇതുവരെയുള്ള വിലാപയാത്രയുടെ നീക്കങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും അതോടൊപ്പം തന്നെ അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ മൃതശരീരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയും പൊതുദർശനം ഉണ്ടായിരിക്കും. സംസ്കാര ചടങ്ങുകൾ 2 മണിയോടുകൂടി നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.